ഞാനൊരു സിറ്റുവേഷൻ പറയാം. എൻ്റെ ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു അപ്പച്ചനായിരുന്നു. പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രായമായി ഏകദേശം മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചുപോയി. മരിച്ചെല്ലാം കഴിഞ്ഞ് മോർച്ചറിലൊക്കെ ബോഡിയൊക്കെ പോയതിനു ശേഷം പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലെറ്റർ വന്നു, അതുപോലെ തന്നെ ഒരു കോളും വന്നു. അതായത് പുള്ളിക്കാരൻ്റെ കാറ്ററാക്ട് സർജറിയുടെ ഡേറ്റ് അടുത്ത ആഴ്ച ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ചൻ മരിച്ചുപോയി, ഇനി ഇത് കിട്ടിയിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ലിറ്ററലി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പറേഷന് ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിക്ക് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാള് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവരത് പോസ്റ്റ്പോൺ ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല നാട്ടിലുമായിട്ട്. അപ്പോൾ അത്രയും ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഏകദേശം മരിക്കാറാകുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ സർജറിയുടെ ഡേറ്റോ അല്ലെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഓപ്പറേഷൻ്റെ ഡേറ്റോ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓർക്കണം, ഈ പറയുന്ന അപ്പച്ചനാണെങ്കിൽ പോലും ഇവിടുത്തെ സിറ്റിസൺ ആണ്, നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ഒന്നും അല്ല. എന്നിട്ട് പോലുള്ള അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മൾ ഇന്ത്യൻസിന്റെ കാര്യമാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം വളരെ വളരെ കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ് ഇന്ത്യയുമായിട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ.